Hello friends, welcome to Counting Cars. Counting Carsലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കാറിന്റെ ഉള്ളിലാണ് ഇന്ന് ഷൂട്ടിംഗ്. ഇന്ന് പുറത്ത് നല്ല വെയിലായതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണ വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടി അധികം പരിചയപ്പെടുത്താത്തതിൻ്റെ കാരണം ഇത് ഡിമാൻഡ് കുറച്ച് കൂടുതലുള്ളവരാണ് പരിചയപ്പെടുത്താതെ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണ ഈ വാഹനം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിമാൻഡ് ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷനാണ് ഡിമാൻഡ്. ടൈറ്റാനിയം ആണ് ഇതിൻ്റെ ഓപ്ഷൻ. വണ്ടിയുടെ പേര് നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. ഫോർഡിൻ്റെ EcoSport ആണ്. അപ്പോൾ ഫോർഡ് EcoSportന്റെ എടുത്ത് പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഹനം ഇപ്പോൾ നിങ്ങൾ OLXലായാലും എവിടെ തപ്പിയാലും അധികം ടൈറ്റാനിയം വെർഷൻസ് കാണാൻ ചാൻസ് കുറവാണ്. കാരണം ടൈറ്റാനിയം ഡീസൽ വേരിയൻ്റ് അങ്ങനെ OLXൽ കോമൺ അല്ല, ഇല്ലാന്നല്ല, സാധനമുണ്ട്, പക്ഷെ കിട്ടാൻ പാടാണ്. ഈ വാഹനം 70,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കണ സൂപ്പർ കണ്ടീഷനിൽ ഇരിക്കണം. എക്സ്ട്രാ ഫിറ്റിങ്സ് എന്നായിട്ട് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫുട്ബോർഡും അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഡോറിൻ്റെ സൈഡിൽ വന്ന EcoSportന്റെ ബ്രാൻഡിങ് അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ. പിന്നെ അത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ നമുക്ക് ആ ഒരു എന്താ പറയുക റിയർ വ്യൂവും അതേപോലെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് ടച്ച് സ്ക്രീനൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ നല്ല ഭംഗിയോട് കൂടി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണാൻ പോണ ഫോർഡിൻ്റെ EcoSport. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് പോണേക്കാകുമ്പോൾ നിങ്ങളോട് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം അത് ചെയ്താൽ മാത്രമാണ് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തിട്ടും കാര്യമില്ല, ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപാട് ലേറ്റ് ആയി പോയി അപ്പോഴത്തേക്കും വാഹനങ്ങളൊക്കെ സെയിലായി പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ 2016 മോഡൽ ഫോർഡ് EcoSportന്റെ വിശദ വിവരങ്ങൾ കണ്ട് തിരിച്ചു വരാം. ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫോർഡിൻ്റെ EcoSport. അപ്പോൾ ഫോർഡ് EcoSportനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമ്പാക്ട് SUVയിൽ നല്ല കോമ്പറ്റീഷൻ കൊടുക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഫോർഡിൻ്റെ EcoSport. ഈ ഒരു ഫോർഡ് EcoSport ഡീസൽ വേരിയൻ്റ് ആണ്. ഇത് ടൈറ്റാനിയം എന്ന് പറയുന്ന ടോപ്പ് വേരിയൻ്റ് ആണ്, ടോപ്പ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടൈറ്റാനിയത്തിനകത്ത് എല്ലാ ഫീച്ചേഴ്സും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ടൈറ്റാനിയം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ വഴിയെ ഈ വീഡിയോയിൽ തന്നെ പറയുന്നതാണ്. ഇതിൻ്റെ അലോയ് വീൽസും അതുപോലെ 5 അലോയ് വീൽസാണ് വരുന്നത്. 4+1 5 അലോയ് വീൽസ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഫുട്ബോർഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൈഡിൽ കാണാം. ഞാൻ വിശദമായിട്ട് തന്നെ ക്ലോസ് ലുക്ക് തരുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ കുറച്ച് എക്സ്ട്രാ ആഡഡ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വിശദമായിട്ട് തന്നെ ഞാൻ പറയുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് സൈഡ് ലുക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ടയർ ഭാഗം പരിശോധിച്ചേക്കാം. ടയറൊക്കെ 80% മുകളിൽ ടയേഴ്സ് കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഫ്രണ്ട് ഭാഗം നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൻ്റെ ഹെഡ് ലാംപ്സും അതുപോലെ ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ കാണാം. ഗ്രില്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. ഒരു രീതിയിലുള്ളൊരു ഡെൻറ്റോ അങ്ങനെ സംഭവങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ലെഫ്റ്റ് സൈഡിൽ ടയേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് 80% മുകളിൽ ടയേഴ്സ് കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. വേറെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുട്ബോർഡ് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റുന്നുണ്ടോ. ഇതൊക്കെ ആഡഡ് ഫീച്ചേഴ്സാണ്. ഇത് ശരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അറൗണ്ട് 15,000 റുപ്പീസ് ഷോറൂമിൽ നമുക്ക് അടക്കണം. അതൊക്കെ എക്സ്ട്രാ ആഡഡ് ഫീച്ചേഴ്സ് തന്നെയാണ്. ഇനി റിയർ ഭാഗത്തെ ടയർ നോക്കുകയാണെങ്കിൽ അതും ഫുൾ കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന റിയർ ഭാഗ ടയേഴ്സ് നമുക്ക് ഇവിടെ കാണാം. കൂടാതെ മനോഹരമായിട്ടുള്ള ഫോർഡിൻ്റെ ആ ഒരു അലോയ് വീൽസും കാര്യങ്ങളും വരുന്നുണ്ട്. മോഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്പോയിലേഴ്സ് വരുന്നുണ്ട്. അതുകൂടാതെ റൂഫിൽ നോക്കുകയാണെങ്കിൽ റൂഫ് റെയിൽസിനൊപ്പം തന്നെ ക്രോസ് ബാർസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടാതെ ബ്ലാക്ക് പിയാനോ ഫിനിഷിൽ വന്നിരിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കേട്ടോ, വളരെ ഭംഗിയോടുകൂടി തന്നെ ഇരിക്കുന്ന റൂഫ് റെയിൽസും അതുകൂടാതെ തന്നെ ആ ക്രോസ് ബാർസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. റിയർ ഭാഗത്ത് നമുക്ക് ടൈറ്റാനിയത്തിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും പരിചയപ്പെട്ടേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ടൈറ്റാനിയം ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഈ വാഹനത്തിനകത്ത് ഉണ്ട്. ഇവിടെ നമുക്ക് ഡോറിൽ ORM കൺട്രോൾസോ കൂടാതെ തന്നെ നമുക്ക് പവർ വിൻഡോസിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. സീറ്റ് നോക്കുകയാണെങ്കിൽ സീറ്റൊക്കെ റെഡ് സ്റ്റിച്ചിങ് കൂടി വന്നിരിക്കുന്നത് നല്ല ഭംഗിയോടുകൂടി തന്നെ ഇരിക്കുന്ന സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എയർ ബാഗ് അതേപോലെ തന്നെ മിഡിലിൽ കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ മിഡിലായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക പ്രസ് അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ 1 ടച്ച് സ്റ്റാർട്ടാണ്, ഇമ്മീഡിയറ്റ് തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ ടെമ്പറേച്ചർ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെ ചെറിയ ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ മാനുവലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന നോബും കാര്യങ്ങളൊക്കെ കാണാം. കൂടാതെ അതിൻ്റെ കിലോമീറ്റേഴ്സ് നോക്കാം. 72,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്.
ഗോഗിൾസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ട്രേ നമുക്കിവിടെ കാണാം. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് ടച്ച് സ്ക്രീനും അതേപോലെ തന്നെ മ്യൂസിക് പ്ലേ ചെയ്യാനും വീഡിയോ കാണാനൊക്കെ ഉള്ള ആ ഒരു മ്യൂസിക് പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇവിടെ ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിൽ മാത്രം നമുക്ക് ആ ഒരു കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ട്വിറ്റേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡ് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. സ്പേഷ്യസ് ആയിട്ടുള്ള ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ കാണാം. അതുകൂടാതെ തന്നെ നമുക്കിവിടെ നല്ലൊരു ഭംഗിയുള്ള പാർസൽ ട്രെയും അതുകൂടാതെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ സീറ്റ്സൊക്കെ വളരെ ക്വാളിറ്റിയോട് കൂടി തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ് നിങ്ങൾക്കൂടെ നീട്ടാതെ കാണാം. വിത്ത് റെഡ് സ്റ്റിച്ചിങ് വരുന്നുണ്ട്. ഇവിടെ ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ എൻജിൻ ഭാഗം ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ ആ ഒരു എഞ്ചിൻ ഭാഗം. ഇത് ഡീസൽ വേരിയൻ്റാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നല്ല മൈലേജും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വാഹനം തന്നെയാണ്. 20+ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. അതുകൂടാതെ തന്നെ നല്ല പവറും കാര്യങ്ങളൊക്കെ ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ്റെ എല്ലാ ഭാഗവും അതുകൂടാതെ ലിഡും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഡെൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് തന്നെ കാണാം. എഞ്ചിൻ ഭാഗം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ കാണിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ ബൂട്ട് സ്പേസ്. അപ്പോൾ ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ ആ ഒരു എന്താ പറയുക, അധികം ലാവിഷായിട്ടുള്ള ബൂട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ജാക്കും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇതിൻ്റെ സ്പെയർ വീല് ഓൾറെഡി അറിയാം. നമുക്ക് ഡോറിൽ തന്നെ അവർ ഹാൻഡിൽ ചെയ്തൊക്കെയാണ്. അത് ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം. ഇവിടെ എഡ്ജ് ടു എഡ്ജ് വ്യൂ തരുന്നുണ്ട്. എന്തെങ്കിലും പാച്ചോ അല്ലെങ്കിൽ ഡെൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ സർവീസ് ടയേഴ്സ് എത്രയാണ് നമുക്ക് നോക്കാം. സർവീസ് ടയേഴ്സ് ഒരു 50-60% ടയേഴ്സ് നമുക്കിവിടെ ബാക്കി നിൽക്കുന്നത് വിത്ത് അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങളിപ്പോൾ ഈ ഫോർഡ് എക്കോസ്പോർട്ട് എൻ്റെ ഫുള്ള് വ്യൂ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ട് വണ്ടി കലകം വണ്ടിയാണ്, ഒന്നും പറയാനില്ല. റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതേപോലെ തന്നെ ഫുട് ബോർഡ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ വാഹനത്തിലുണ്ട്. ഇത് ടൈറ്റാനിയമാണ്. ടൈറ്റാനിയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റയർ ഓപ്ഷനാണ്. OLX നോക്കിയാൽ നിങ്ങൾക്ക് കാര്യമായിട്ടും ടൈറ്റാനിയം വെർഷൻസ് കാണാൻ പറ്റില്ല ഡീസൽ വേരിയൻ്റ്. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഡീസൽ വാഹനങ്ങൾ കുറച്ച് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഡീസൽ വാഹനങ്ങൾ ഇപ്പോൾ ഇറങ്ങൽ കുറവായതുകൊണ്ട് തന്നെ ഡീസൽ വാഹനങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പവറും മൈലേജും ഒന്നും വേറൊരു വാഹനത്തിന് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഡീസൽ വാഹനത്തിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ നിലവിൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം വേറൊന്നുമില്ല. ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റേറ്റ് ഞാൻ പറയാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അഡ്വാൻസ് ചെയ്യാൻ ശ്രമിക്കാം. ലോൺ വേണമെങ്കിൽ ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്പറിനകത്തേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി. ഈ ഒരു വാഹനത്തിന് റേറ്റ് പറഞ്ഞേക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും കൊണ്ട് രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് കറക്റ്റ് സമയത്ത് കിട്ടും. അത് മാത്രമല്ല എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലിങ്കിൽ കൂടി വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7,80,000 രൂപയാണ്. 7.80 lakhs ആണ്. നെഗോഷ്യബിൾ ആണ്. ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എന്താണെങ്കിലും നമ്പറിനകത്തേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്കോസ്പോർട്ട് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എത്രയും പെട്ടെന്ന് നമുക്ക് വേറെ വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം. ചേട്ടാ.